രാവിലെ മീൻ പിടിക്കാൻ പോകുന്ന ടൈമാണ് കഴിച്ച് നോക്കൂ. നേരം വെളുത്ത് ടൈം ഉണ്ടോ? മീൻ പിടിക്കാനായതുകൊണ്ട് എത്ര വെളുപ്പിനായാലും എണീറ്റ് പോയിക്കോളും. ബട്ട് സ്കൂളിൽ പോകുന്ന ടൈമിലോ വേറെ എവിടെയെങ്കിലും യാത്ര പോകുന്ന ടൈമിലോ ഒക്കെ എണീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എണീക്കാൻ മടി. മീൻ പിടുത്തം ഇപ്പോൾ ഒരു കാര്യമുള്ളത് കൊണ്ട് രാത്രി കിടന്ന ഉറക്കം പോലും ഇല്ല. രാവിലെ കറക്റ്റ് ടൈമിന് എണീറ്റ് പോയിക്കോളും. ടൈം ഉണ്ടോ? 3:30 ആവുന്നേ ഉള്ളൂ വെളുപ്പിന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന് നേരം വെളുക്കുന്നതിന് മുമ്പേ തന്നെ ടൂൾസ് എല്ലാം റെഡിയാക്കി ഇറങ്ങിയിട്ടുണ്ട്. നല്ല ഇരുട്ട് കാരണം ക്യാമറയൊന്നും വെക്കാൻ പറ്റില്ല. വന്ന 4ാമത്തെ 5ാമത്തെ കാസ്റ്റിങ്ങിൽ തന്നെ എനിക്ക് നല്ലൊരു സൈസ് ചെമ്പല്ലി കയറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇടാം. അത് ഫോണിലെടുത്താണ്. ആ ടൈമിൽ ക്യാമറ വെച്ചിട്ട് ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് മീൻ കയറിയ സമയത്ത് തന്നെ ഞാൻ ഫോണിലൊരു സെൽഫി വീഡിയോ എടുത്താണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി കാസ്റ്റിങ്ങിലോട്ട് പോവാം. സസ്യ സ്കൈലൈനാണ് ലൂറ്. റോഡ് മേജർ ക്രാഫ്റ്റ് ഇൻട്രയാണ് 9 ഫീറ്റ്. ലിഡ്മയുടെ 40 LB ലൈൻ ലീഡറാണ്. ജോഫിൻ്റെ ഒരു ബ്രൈഡാണ് 30 LB. ലിഡ്മ പാന്തർ 6000 ആണ് റീല് വരുന്നത്. നമുക്ക് ഈ ലൂർ എങ്ങനെ ഉണ്ട് നോക്കാം. കായലിലെ വെള്ളം നല്ല ഇറക്കം പിടിച്ച് കിടക്കുക. കണ്ടോ, ഒട്ടും വെള്ളമില്ല. കല്ലെല്ലാം പുറത്ത് കാണുന്നുണ്ട്. നല്ല ഇറക്കം ടൈമാണ്. പക്ഷേ ഈ ടൈമിലാണ് മീന് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഓ, പോയി. അയ്യോ, വിട്ടുപോയിട്ടുണ്ട്. സ്ട്രൈക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എന്നെ കണ്ട ചെതുമ്പലൊക്കെ കയറി വന്നിട്ടുണ്ട് മീനിൻ്റെ. ഫൗളുകാരെന്ന് തോന്നുന്നു. ചെതുമ്പലൊക്കെ കയറി എന്താ നോക്കി. അത്യാവശ്യം സൈസൊന്നുമില്ല, ചെറിയ ചെതുമ്പലാണ് വന്നേക്കുന്നത്. എന്നാലും നല്ല സ്ട്രൈക്കായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. എന്തായാലും പോയത് പോയി. അവൻ പോയി, അവൻ്റെ അപ്പനെന്നല്ലേ കണക്ക്. നമുക്ക് അടുത്ത് കാസ്റ്റ് ചെയ്യാം. എന്തായാലും ഒന്ന് പിടിച്ച് തൂക്കിയിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓണാക്കിയിട്ടേക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ സസ്യ സ്കൈലൈനിന് ഒരു തീരുമാനമായിട്ടുണ്ട്. ഉടക്കിയിട്ടുണ്ട്. നോക്കാം നമുക്ക് ഇളക്കാൻ പറ്റുമോ. നോർമലി ലൂറൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഉടക്കുകയാണെങ്കിൽ, പാറയിലോ കക്കയിലൊക്കെ കൊണ്ട് ഉടക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ബെയിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം നൂല് ലൂസാക്കിയതിന് ശേഷം ഇങ്ങനെ 2-3 തവണ ഇങ്ങനെ തെന്നി കൊടുക്കണം. നൂലിങ്ങനെ തെന്നി കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറിയ ഉടക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഊരി അത് റിലീസ് ചെയ്ത് കിട്ടും. അങ്ങനെ ഒത്തിരി ലൂറ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂറ് ഇതുപോലെ ഉടക്കി പോയിട്ടുണ്ട്. നമ്മൾ എടുക്കാറുണ്ട്. ഇത് നോക്കാം. അങ്ങനെ നമ്മൾ ലൂറിന് തീരുമാനമായി ഗൈസ്. നമ്മൾ സെറ്റപ്പ് എല്ലാം മാറ്റിയിട്ടുണ്ട്. റോഡ് റീൽ എല്ലാം വേറെ എടുത്തിട്ടുണ്ട്. ഇനി കെട്ടുന്നത് പാട്. ലീഡർ ലൈനെല്ലാം പൊട്ടിപ്പോയി. നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് റോഡ് വന്നിട്ട് ഫാൻറ്റം സ്നാപ്പർ 9 ഫീറ്റും ലിറ്റ്മയുടെ തന്നെ സെയിം 6000 സീരീസ് റീലും. അതിൽ യൂസ് ചെയ്തേക്കുന്ന ബ്രൈഡ് വന്നിട്ട് ഹവാസിൻ്റെ ഒരു ബ്രൈഡാണ്. 40 LB ആണ്. പിന്നെ 40 LBയുടെ ഫിഷ് ലോങ് എന്നാണ് നമുക്ക് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ചെറിയ മീനാണെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ഫൈറ്റൊന്നുമില്ല. അപ്പോൾ ലോങ് നമുക്ക് എടുത്തേക്കാണ്. ലൂറ് വന്നിട്ട് 95 DR ഹിരാമെ. നല്ല റിസൾട്ടുള്ള ലൂറാണ്. ഞാൻ ഒരുപാട് മീൻ പിടിച്ചിട്ടുള്ള ലൂറാണ്. അതിൻ്റെ ഒരു ഗോൾഡും ബ്ലൂ റെഡും കൂടെ ചേർന്നിട്ടുള്ളൊരു ഷെയ്ഡ് ലൂറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഇതാണ് ലൂർ. ഈ ലൂറിലാണ് ഞാൻ ഹമൂർ പിടിച്ചിട്ടുണ്ട്. ഇതൊരു 3-4 ഹമൂർ കയറിയിട്ടുണ്ട് ഇതിൽ. ഓവർ സൈസ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഹമൂർ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെമ്പല്ലി അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ മരത്തിൻ്റെ ഇടയിലായിട്ട് കുഞ്ഞു വലിയ മീൻ വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയിലോട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഈ പരിപാടി ഇത്തിരി റിസ്ക്കാണ്. നമ്മൾ
കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈഡൽ ലൈൻ പോയി ആ മരത്തിൻ്റെ മണ്ടയിലെങ്ങനെ കൊളുത്താണെങ്കിൽ ലൂറും പോവും, ബ്രൈഡും പോവും, ലീഡർ ലൈൻ എല്ലാം പോവും. അപ്പോൾ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എറിയുന്നത്. ഫ്രണ്ടിലോട്ട് എറിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ബ്രൈഡ് തന്ന് വീണതിന് ശേഷം ആ മരത്തിൻ്റെ അടിയിലേക്ക് പോയിട്ട് റിട്രീവ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. സ്ട്രൈക്ക്, ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി, മിസ്സായി പോയി. എന്തായാലും ഫോളോ ഉണ്ട്. അടിച്ചു പോലെ അടിച്ച് സ്ട്രൈക്ക്, ഹെവി സ്ട്രൈക്ക്, അടിപൊളി സ്ട്രൈക്ക്. നല്ല ഊക്കായിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. സൈസ് ചെമ്പല്ലി കയറിയിട്ടുണ്ട്. സൂപ്പർ സാധനം, സൂപ്പർ ചെമ്പല്ലി. നല്ല വെള്ള കളറിലിരിക്കുന്നു ചെമ്പല്ലിക്ക്. എന്താ ഇപ്പോൾ കളറില്ല. സസിയാന സ്കൈലൈൻ ലൂർ ഗ്രീനിലാണ് നമുക്ക് അടിച്ചേക്കുന്നത്. നമുക്കൊരു ചെമ്പല്ലി അടിച്ചിട്ടുണ്ട്. സൈസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടാർഗറ്റ് ഇന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. നല്ല വെയിൽ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി മതിയാക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് ടോട്ടൽ ഇന്ന് എത്ര മീനാണ് കിട്ടിയിട്ടുള്ളത്? എന്തായാലും ഇന്നൊരു അടിപൊളി ഡേ ആയിരുന്നു. നല്ല ഡെക്കി ഡേ ആയിരുന്നു. നല്ല ഫിഷ് ആക്ടിവിറ്റി ഉള്ള ദിവസം. വെള്ളം അധികം ഒഴുക്കൊന്നുമില്ലായിരുന്നു. നല്ലതായിട്ട് മീൻ അടിച്ചിട്ടുണ്ട്. ഹാപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെമ്പല്ലി വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതാണ്. കപ്പയും കൂട്ടി ചെമ്പല്ലി വാഴയിലയിൽ പൊള്ളിച്ചടിക്കുന്നത് കാണിക്കാം അടുത്ത വീഡിയോയിൽ നമുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.